63 ഹിന്ദു സന്യാസിമാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര വിലക്കി ബംഗ്ലാദേശ് ഭരണകൂടം. ഇസ്കോൺ സന്യാസിമാർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയുമായി ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ബെനപ്പോലെ എമിഗ്രേഷൻ സെന്ററിലെത്തിയ 63 ഇസ്കോൺ സന്യാസിമാർക്കാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര ബംഗ്ലാദേശ് ഭരണാധികാരികൾ വിലക്കിയത്. കൊൽക്കത്തയിലെ ഇസ്കോൺ ആസ്ഥാനത്തേക്ക് പോകുന്നതിന് വേണ്ടിയായിരുന്നു ഇവർ അതിർത്തിയിലെത്തിയത്. ഇവരുടെ പക്കൽ എല്ലാ യാത്രാരേഖകളും ഉണ്ടായിരുന്നു. ഇവരുടെ രേഖകളെല്ലാം തന്നെ കൃത്യമായിരുന്നു. എന്നിട്ടും ഇവരെ കടത്തിവിടാനാകില്ലെന്ന് ഇമിഗ്രേഷൻ അധികൃതർ വ്യക്തമാക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇവരെ കടത്തിവിടാത്തതെന്ന ഇവരുടെ ചോദ്യത്തിന് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ടെന്നും ഇവരുടെ യാത്രകൾ ദുരൂഹമാണെന്നും ഇവരുടെ യാത്ര സംബന്ധിച്ച ദുരൂഹത പൂർണ്ണമായും മാറാതെ ഇവരെ കടത്തിവിടാനാകില്ലെന്നുമായിരുന്നു ഇസ്കോൺ സന്യാസിമാരോട് ഇമിഗ്രേഷൻ അധികൃതർ വ്യക്തമാക്കിയത്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൈന്ദവ സന്യാസിമാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ലോകത്താകമാനം ചർച്ചയായിട്ടുണ്ട്. ഇസ്കോൺ ആചാര്യ ചിന്മയ് ദാസ് ജിയെ നേരത്തെ ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരെയും ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. 17 വരുന്ന ഇസ്കോൺ സന്യാസിമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇവർക്കെതിരെ കടുത്ത നടപടികളുണ്ടായി. കഴിഞ്ഞ ദിവസവും 2 ഇസ്കോൺ സന്യാസിമാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ചിന്മയ് ദാസിന് മെഡിസിൻ വിതരണം ചെയ്തു എന്നുള്ള കുറ്റം ചുമത്തിയാണ് 2 ഹൈന്ദവ സന്യാസിമാരെ കൂടി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശി ഭരണകൂടം അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന കിരാതമായ ഹിന്ദുവേട്ട, ആ കിരാതമായ ഹിന്ദുവേട്ടയ്ക്കെതിരെ ഇന്ത്യൻ ഭരണകൂടം ശക്തമായ താക്കീത് തന്നെയാണ് ബംഗ്ലാദേശ് സർക്കാരിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം RSS തന്നെ പ്രസ്താവനയിലൂടെ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരവാദികളോട് ഹൈന്ദവ വേട്ട നിർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലോകത്താകമാനം വലിയ പ്രതിഷേധമാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരവാദികളുടെ ഈ പ്രവൃത്തിക്കെതിരെ ഉയരുന്നത്. ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരവാദികൾ തെരുവുകളിൽ പോലും ഹൈന്ദവരെ വേട്ടയാടുകയാണ്. ഹൈന്ദവരുടെ വീടുകൾ ആക്രമിക്കുന്നു, ഹൈന്ദവരുടെ ഓഫീസുകൾ ആക്രമിക്കുന്നു, ഹൈന്ദവരെ തെരുവുകളിട്ട് പച്ചയ്ക്ക് കത്തിക്കുന്ന കിരാതമായ നടപടി, ഏറ്റവും വലിയ ജനദ്രോഹമായ നടപടി, ഏറ്റവും നീചമായ നടപടിയാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. ബംഗ്ലാദേശിലെ ഹൈന്ദവ സന്യാസിമാർക്കെതിരെ, ഹിന്ദു വിഭാഗത്തിനെതിരെ, മതന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ നടക്കുന്ന ഈ അതിക്രമങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ബംഗ്ലാദേശ് ഭരണകൂടം. ഇടക്കാല സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഹിന്ദു സന്യാസിമാർക്ക് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം പോലും നിഷേധിച്ചിരിക്കുന്നത്. ലോകത്തുടനീളമുള്ള ഇസ്കോണിന്റെ സെന്ററുകളിൽ ബംഗ്ലാദേശിലെ ഇസ്കോൺ അതിക്രമത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം കൊൽക്കത്തയിലെ ഇസ്കോൺ സെന്ററിൽ പ്രാർത്ഥനാ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനാണ്, കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുക്കാനാണ് 63 ഇസ്കോൺ സന്യാസിമാർ ഇന്ത്യയിലേക്ക് വരാനായി ബംഗ്ലാദേശ് അതിർത്തിയിലെത്തിയത്. എന്നാൽ ഇവരെ പൂർണ്ണമായും തടയുകയായിരുന്നു. ഇവരുടെ യാത്ര സംബന്ധിച്ച് ദുരൂഹതയുണ്ടെന്നും ദുരൂഹമായ യാത്രയ്ക്ക് അനുവദിക്കേണ്ടതില്ലെന്നുമാണ് ബംഗ്ലാദേശ് ഭരണകൂടം നിലപാട് സ്വീകരിച്ചത്. അതേസമയം ലോകത്തെ 128 കേന്ദ്രങ്ങളിൽ ഇസ്കോൺ സന്യാസിമാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കിടെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രാർത്ഥനാ യജ്ഞം നടന്നു. ലോകത്തെ വിവിധ ഭാഗങ്ങൾ, മോസ്കോയിലാണ് ആദ്യമായി ഈ പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചത്. അതിനുശേഷം ലോകത്തെ 100ഓളം വരുന്ന രാജ്യങ്ങളിൽ 128 കേന്ദ്രങ്ങളിലാണ് ഈ പ്രതിഷേധ നാമജപം നടന്നത്. വലിയ തോതിലുള്ള ജനപങ്കാളിത്തമുണ്ടായി. ആഗോളതലത്തിൽ തന്നെ ഈ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ കിരാത നടപടി അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ സെനറ്റുകളിൽ പോലും ഈ വിഷയം ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. വൻതോതിലുള്ള ഹിന്ദു വേട്ടയാണ്, നീചമായ കിരാതമായ ഹിന്ദു വേട്ടയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ബംഗ്ലാദേശിലെ മതതീവ്രവാദികൾ, ഇസ്ലാമിക ഭീകരവാദികൾ ഹിന്ദുക്കളെ നിരവധി പേരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. എന്തിനേറെ പറയുന്നു, ഹിന്ദു സന്യാസിമാർക്ക് പോലും അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. ചിന്മയ് ദാസിനെ ഒരു പ്രതിഷേധത്തിന്റെ പേരിലാണ് ബംഗ്ലാദേശി ഭരണകൂടം അറസ്റ്റ് ചെയ്തത്. ഹിന്ദു വേട്ടയിൽ അദ്ദേഹം പ്രതിഷേധിക്കുകയായിരുന്നു. സമാധാനപരമായുള്ള പ്രതിഷേധം, യാതൊരു അക്രമത്തിനും മുതിരാതെയുള്ള പ്രതിഷേധമായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയുള്ള കേസാണ് എടുത്തിട്ടുള്ളത്. ഇതിനെതിരെ ഇന്ത്യ ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് തന്നെ ബംഗ്ലാദേശിനെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. കൊൽക്കത്തയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് 63 ഹിന്ദു സന്യാസിമാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശനം അവർ നിഷേധിച്ചത്? ഇന്ത്യയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് 63 ഹൈന്ദവ സന്യാസിമാരെ എന്തിനാണ് പിടിച്ചു വച്ചിരിക്കുന്നത്? ഈ ചോദ്യത്തിന് ഇന്ത്യയിലെ
ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ ഒരു മറുപടി നൽകുന്നില്ല. ബംഗ്ലാദേശ് ഭരണകൂടവും ഇതിന് മറുപടി നൽകുന്നില്ല. ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയിലേക്ക് വരാൻ എന്തുകൊണ്ടാണ് ഹൈന്ദവ സന്യാസിമാർക്ക് കഴിയാത്തത്? ഇന്ത്യയിലേക്ക് എന്തുകൊണ്ടാണ് ഹൈന്ദവ സന്യാസിമാരെ കടത്തിവിടാത്തത്? ബംഗ്ലാദേശിന്റെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമുയർത്താൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ ശക്തമായ താക്കീത് ബംഗ്ലാദേശിന് നൽകിയിരുന്നു. RSSന്റെ നിലപാട് കൂടി വന്നതിന് പിന്നാലെ ശക്തമായി ഇടപെടാനാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ തീരുമാനം.